ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചലനവുമായി ബന്ധപ്പെട്ട് 8th സ്റ്റാൻഡേർഡ് ന്യൂ SCERT സെക്കൻഡ് ലെസൺ ചലനവും ബലവും എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചലനവുമായി ബന്ധപ്പെട്ട് 2 SCERT ലെസൺസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 6th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ ചലനത്തിനൊപ്പം, അതുപോലെ 8th സ്റ്റാൻഡേർഡിലെ 9th ലെസൺ ചലനം. ഇത് രണ്ടും ഓൾഡ് SCERT ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യൂ SCERT ആണ്. ഇത് കൂടാതെ 2 ചാപ്റ്റർ കൂടി നമുക്ക് വരുന്നുണ്ട്. രണ്ടും 9th സ്റ്റാൻഡേർഡിലെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതുകൂടി നമുക്ക് പഠിക്കണം. ചലനത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അഡ്വാൻസ് ആയിട്ടുള്ള ലെവലിലേക്ക് എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ചലനത്തിനൊപ്പം അതുപോലെ 8th സ്റ്റാൻഡേർഡിലെ ചലനം, ഈ 2 ചാപ്റ്റേഴ്സ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ്സിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് നിങ്ങൾക്ക് ബേസിക്കിൽ നിന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ 2 ക്ലാസ്സുകളുടെ ലിങ്കും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ വളരെ റീസെന്റ് ആയിട്ട് നമ്മളൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് കൂടി ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് എക്സാം വോയേജ് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ചാനൽ അവൈലബിൾ ആയിരിക്കും. ഈ ചാനലിൽ നമ്മൾ റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതുകൂടാതെ തന്നെ ഓരോ ദിവസം എടുക്കുന്ന SCERT ചാപ്റ്റേഴ്സിന്റെ PDF, അതുപോലെ നിങ്ങളിലേക്കുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഈ ടെലഗ്രാം ചാനൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളിലേക്ക് റിവിഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ശ്രമം. അപ്പൊ അതുകൊണ്ട് ടെലഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 8th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERT ചലനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ കുറച്ച് കണ്ടിന്യൂഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് PSCക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സിലൂടെ പോകാം. ഏറ്റവും ആദ്യം, ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് റെഫറൻസ് ബോഡിയെ കുറിച്ച്. എന്താണ് റെഫറൻസ് ബോഡി? ഓക്കെ, എന്താണ്? ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതിനെയാണ്, അല്ലെ, ആ ഒരു അടിസ്ഥാനപ്പെടുത്തുന്ന ആ ഇതിനെയാണ് എന്ത് പറയുന്നത്? റെഫറൻസ് ബോഡി എന്ന്. അവലംബക വസ്തു ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെയാണ് റഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു പശു, ആ പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്ക. പശുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ കാക്ക നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ്, അല്ലെ? ആ കാക്ക അവിടെ അനങ്ങുന്നുണ്ടോ? ഇല്ല. എന്നാൽ തറയെ അവലംബക വസ്തുവാക്കിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാക്ക സഞ്ചരിക്കുന്നുണ്ട്, അല്ലെ? ആദ്യം നിന്ന സ്ഥലത്തല്ല കാക്ക. ഭൂമിയെ നമ്മൾ ഒരു അവലംബക വസ്തുവായിട്ട്, ആ പശു നിൽക്കുന്ന ആ ഒരു തറയെ അവലംബക വസ്തുവായി നോക്കുമ്പോൾ കാക്ക സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പശുവിനെ അവലംബക വസ്തുവായി നോക്കുമ്പോൾ കാക്ക സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. സഞ്ചരിക്കുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ. ബസ്സിനെ അവലംബക വസ്തുവാക്കിക്കൊണ്ട് നോക്കുമ്പോൾ ആ ഒരു യാത്രക്കാരൻ നിശ്ചലമായിരിക്കുകയാണ്. എന്നാൽ റോഡിനെ വെച്ച് നോക്കുമ്പോൾ, റോഡിനെ റെഫറൻസ് ബോഡി ആക്കി നോക്കുമ്പോൾ ഈ വസ്തു അല്ലെങ്കിൽ ഈ യാത്രക്കാരൻ എന്ന് പറയുന്നത് ചലനാവസ്ഥയിലാണ്, ആണല്ലോ. നേരത്തെ അയാൾ നിന്ന സ്ഥലത്തല്ലല്ലോ ഇപ്പൊ നിൽക്കുന്നത്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിനുള്ളിലെ യാത്രക്കാരൻ ഒരു റോഡിനെ അവലംബക വസ്തുവാക്കിക്കൊണ്ട് നോക്കുമ്പോൾ ചലനാവസ്ഥയിലും, അതുപോലെ ബസ്സിനെ അവലംബക വസ്തുവായി കൺസിഡർ ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ അയാൾ നിശ്ചലാവസ്ഥയിലുമാണ്. അപ്പൊ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ ആ വസ്തു ചലനത്തിലാണെന്നും, അതുപോലെ സ്ഥാനം മാറുന്നില്ല എങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലുമാണ് എന്ന് നമുക്ക് പറയാം. ചലിക്കുന്ന വസ്തുക്കൾക്കാണ് എന്തുണ്ടാവുന്നത്? സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്. ഇനി ദൂരം എന്താണെന്ന് നോക്കാം. ദൂരം നോക്കിക്കോളൂ. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ദൂരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ദൂരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ഇനി നമുക്ക് ഓഡോമീറ്റർ എന്താന്ന് നോക്കാം. എന്താണ് ഓഡോമീറ്റർ? വാഹനങ്ങളിലൊക്കെ, അല്ലെ, വാഹനങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണം വെക്കും, അല്ലെ? ചിത്രത്തിൽ നോക്കിയേ, അതാണ് ഓഡോമീറ്റർ. ഓഡോമീറ്ററിന്റെ പ്രത്യേകത എന്താണ്? കിലോമീറ്ററിലാണ് അതിൽ ദൂരം രേഖപ്പെടുത്തുന്നത്. 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്റർ ആണ്, അല്ലെ? 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്റർ ആണ്. ഓഡോമീറ്റർ വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഉപകരണമാണ്. വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ഓഡോമീറ്ററിൽ ദൂരം കിലോമീറ്ററിലാണ് രേഖപ്പെടുത്തുന്നത്. 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്റർ ആണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇനി വേഗം എന്താണെന്നാണ് നോക്കുന്നത്. വേഗം എന്താണ്? വേഗം എന്ന് പറയുന്നത്
യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയം കൊണ്ട് വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. വേഗത്തിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നോക്കിയേ, വേഗത്തിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. എന്നാൽ വാഹനങ്ങളുടെ വേഗം സാധാരണയായിട്ട് കിലോമീറ്റർ പെർ അവറിലാണ് പ്രസ്താവിക്കുന്നത്. വാഹനങ്ങളുടെ ദൂരം അളക്കുന്ന ഉപകരണമാണ് എന്ത്? എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വാഹനങ്ങളിൽ ഘടിപ്പിച്ചു വെച്ചിട്ടുള്ള ഉപകരണത്തിന്റെ പേരാണ് ഓഡോമീറ്റർ. ഇനി ഈ കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നത്? കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു വ്യക്തി 36 കിലോമീറ്റർ പെർ അവർ സഞ്ചരിച്ചു എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാ? ഈ 36നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസർ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടും അല്ലെ. 5 × 2 എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 36 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു കൺവേർഷൻ റൂൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ആവശ്യം വരും. അതുപോലെ മാത്സിലൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലെ. ഇനി അടുത്തത് സമവേഗം അസമവേഗം എന്താണെന്ന് നോക്കാം. സമവേഗവും അസമവേഗവും അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ ചാപ്റ്റർ നമ്മൾ പറയുന്നില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാം. തുല്യ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ആ വസ്തു സഞ്ചരിക്കുന്നത് സമവേഗത്തിലാണ്. ഈ ക്ലോക്ക് വെച്ചിട്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ക്ലോക്ക് എന്ന് പറയുന്നത് 5 മിനിറ്റ്. 5 മിനിറ്റിൽ അത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. A തൊട്ട് B വരെ സഞ്ചരിച്ച അതേ ദൂരം തന്നെയാണ് B മുതൽ C വരെയും സഞ്ചരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കത് എന്താ പറയാം? സമവേഗത്തിലാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കാർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ A എന്ന പോയിന്റ്, B, C എന്ന പോയിന്റ്. അപ്പൊ നോക്കിയോളൂ, 10 മിനിറ്റ് എടുത്തിട്ടാണ് ഈ കാർ A എന്ന ഒരു ബിന്ദുവിലേക്ക് എത്തിയത്. വീണ്ടും 10 മിനിറ്റ് എടുത്തിട്ടാണ് കാറ് B എന്ന പോയിന്റിലേക്ക് എത്തിയത്. C എന്ന പോയിന്റിലേക്ക് എത്താൻ വേണ്ടി വീണ്ടും 10 മിനിറ്റ് എടുക്കുന്നു. എന്ന് വെച്ചാല് ആ കാറ് തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ കാറ് സമവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാം. ആണല്ലോ. ഇനി അങ്ങനെ സമവേഗം അല്ല എന്നുണ്ടെങ്കിലോ, ഇപ്പൊ തുല്യ ഇടവേളകളിൽ തുല്യ സമയം അല്ല സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അസമവേഗത്തിലാണെന്ന് പറയാം. ആ വസ്തു അസമവേഗത്തിലാണ് എന്ന് പറയാം അല്ലെ. തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം അല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അത് അസമവേഗത്തിലുമാണ്. ക്ലിയർ ആയോ? ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ബലം. എന്താണ് ബലം? ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു വസ്തുവിന്റെ ആകൃതി മാറ്റാം, ഒരു വസ്തുവിന്റെ ദിശ മാറ്റാം, വേഗത മാറ്റാം, ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാം, നിശ്ചലമായിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കാം. ഇതിനെല്ലാം നമ്മൾ എന്ത് പ്രയോഗിക്കാം? ബലം പ്രയോഗിക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണേ. അപ്പൊ ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിനെ ആകൃതി മാറ്റാൻ വേണ്ടിയിട്ടോ ദിശ മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിശ്ചലമാക്കാൻ വേണ്ടിയിട്ടോ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബലം പ്രയോഗിക്കാം. സമ്പർക്ക ബലം എന്താണ്? സമ്പർക്കരഹിത ബലം എന്താണ് എന്ന് നോക്കാം. സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് സമ്പർക്ക ബലം എന്ന് പറയുന്നത്. അതുപോലെ വസ്തുവുമായി സമ്പർക്കം ഇല്ലാതെ അനുഭവപ്പെടുന്ന ബലത്തിന് എന്ത് പറയാം? സമ്പർക്കരഹിതം എന്ന് പറയും അല്ലെ. രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ അത് കോണ്ടാക്ട് ഫോഴ്സ് അവിടെ ഉണ്ട്. അതില്ലാത്തപ്പോൾ എന്താണ്? സമ്പർക്കരഹിത ബലവുമാണ്. ഇനി ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അറിയാലോ, ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. അത് ക്യാപിറ്റൽ ലെറ്റർ N എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സർ ഐസക് ന്യൂട്ടനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ ന്യൂട്ടൺ എന്ന ബലത്തിന് യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? അതായത് പരുപരുത്ത പ്രതലമായപ്പോൾ നീക്കുന്നതിനെതിരായിട്ട് നമുക്ക് ഒരു പരുപരുത്ത പ്രതലത്തിൽ കൂടെ നമ്മൾ ഒരു വസ്തുവിനെ നീക്കാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒരു കൂടുതൽ ബലം നമ്മൾക്ക് അവിടെ കൊടുക്കേണ്ടി വരും. ആണല്ലോ. അതായത് ഒരു എഗെയിൻസ്റ്റ് ഫോഴ്സ് നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പൊ അതാണ് എന്ത്? ഘർഷണ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു മിനുസമുള്ള പ്രതലത്തിലൂടെ നമ്മൾ വലിച്ചു നീക്കുന്നതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുന്നത്? പരുപരുത്ത പ്രതലത്തിലൂടെ വലിച്ചു നീക്കുന്നത്. അപ്പൊ കണ്ടോ, മിനുസമുള്ള പ്രതലം ചരിവ് തലത്തിലൂടെ വലിച്ചു നീക്കുക, പിന്നീട് പരുപരുത്ത പ്രതലം ചരിവ് തലത്തിലൂടെ നീക്കാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ്? ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു ഡിഫറൻസിന് കാരണമായിട്ടുള്ളത് എന്താണ്? ഘർഷണ ബലമാണ്. പരുപരുത്ത പ്രതലമായപ്പോൾ നീക്കുന്നതിനെതിരായിട്ട് കൂടുതൽ ബലം അനുഭവപ്പെടുന്നു. അതാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഇനിയും
ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ഇപ്പൊ നമുക്ക് തന്നെ അത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോ ഒരു പെട്ടിയോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മിനുസമുള്ള പ്രതലത്തിലൂടെ നമ്മൾ വലിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താ നമുക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരു പരിപരുത്ത ഒരു പ്രതലത്തിലൂടെ വലിച്ചെടുക്കുകയാണെങ്കിൽ, ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു പ്രതലത്തിലൂടെ നമ്മൾ വലിക്കുകയാണെങ്കിലോ നമുക്ക് കുറച്ചും കൂടി ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെ? അപ്പോൾ ഘർഷണ ബലം എന്നത് ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ വലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. അതാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നുണ്ട്. ഒരു വ്യക്തി ജസ്റ്റ് ഒരു വെയിറ്റ് ഉള്ള സാധനം വലിക്കുകയാണ്. അപ്പൊ അത് വലിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ്. അപ്പൊ വീണ്ടും ആ വസ്തുവിന്റെ അടിയിൽ 4 ചക്രങ്ങൾ ഘടിപ്പിച്ച് അതിനെ വലിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ഈസി ആയിട്ട് വലിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം എന്താണ്, അവിടെ ആ ഒരു കോണ്ടാക്ട്, സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗം വളരെ കുറവാണ്. 4 ചക്രങ്ങളുടെ അടിയിൽ മാത്രമാണ് ആ ഒരു ഫ്രിക്ഷൻ വരുന്നുള്ളൂ. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ കുറവാണ്. അദ്ദേഹത്തിന് ആ വർക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉള്ളത് ഇതാണ്. നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നു. ഇതിന് നിരങ്ങൽ ഘർഷണം എന്നാണ് പറയുന്നത്. അതുപോലെ ട്രോളി ഉപയോഗിക്കുമ്പോൾ ടയർ ഉരുളുകയാണ്. അതിനെ എന്ത് പറയാം? ഉരുളൽ ഘർഷണം എന്ന് പറയാം. ഇപ്പൊ 2 ടൈപ്പ് ഘർഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നിരങ്ങൽ ഘർഷണത്തെ കുറിച്ചും പറഞ്ഞു, അതുപോലെ ഉരുളൽ ഘർഷണത്തെ കുറിച്ചും പറഞ്ഞു. പോയിന്റ് ഇതാണ്, നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ്. എന്താണ്? നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ്. ഈ ഒരു ചിത്രം വെച്ച് തന്നെ നമുക്കത് പറയാനായിട്ട് പറ്റും. നിരക്കുമ്പോ എന്താണ്? ഘർഷണം അവിടെ കൂടുതലാണ്, അല്ലെ? ഇവിടുത്തെ ഈ ഒരു ഇത്രയും സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഘർഷണം കൂടുതലാണ്. എന്നാൽ ഉരുളൽ ഘർഷണം എന്ന് പറയുമ്പോൾ ഈ ഇവിടെ വെച്ചിട്ടുള്ള ഈ ടയറുകൾക്കടിയിൽ മാത്രം, ആ ടയറിന്റെ അത്രയും ഭാഗം മാത്രമാണ് ആ ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്നുള്ളൂ. അവിടെ ഫ്രിക്ഷൻ എന്താണ്? കുറവാണ്. മനസ്സിലായോ? അതാണ് പറയുന്നത് നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ് എന്നുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഘർഷണം മൂലമുള്ള പ്രയോജനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? വസ്തുക്കളെ മുറുക്കെ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു, നമുക്ക് നടക്കാൻ സാധിക്കുന്നു, ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഘർഷണം മൂലമുള്ള പ്രയോജനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? ഇനി അടുത്തത് ഈ ടയർ കണ്ടോ? ടയറിന് നമ്മൾ ഇങ്ങനെ ഈ വെട്ടലുകളൊക്കെ കൊടുക്കാനുള്ള കാരണം എന്താണ്? അവിടെ ആ ഒരു നമ്മുടെ പോകുന്ന റോഡുമായിട്ടുള്ള ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെരുപ്പിന്റെ അടിവശത്തൊക്കെ കുറച്ച് ഗ്രിപ്പ് വരുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ആ ഗ്രിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ ഒരു ഭൂമിയുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുറെ ഗ്യാപ്പുകൾ ഇട്ടിട്ടല്ലേ? അപ്പൊ ചെരുപ്പ് തേഞ്ഞ് അതിന്റെ അടിവശം നമ്മൾ ഫ്ലാറ്റ് ആയി മാറുകയെന്ന് വെച്ചോ, നമ്മൾ നടക്കുമ്പോൾ തെന്നി വീഴില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്, അല്ലെ? ഇനി ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നു. അതുപോലെ യന്ത്രഭാഗങ്ങൾക്കിടയിൽ സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നു. അതൊക്കെ ഘർഷണം കാരണം ഉണ്ടാവുന്ന ദോഷങ്ങളാണ്. ഇനി ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഘർഷണം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ഇപ്പോ ലൂബ്രിക്കൻസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? ലൂബ്രിക്കൻസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്നേഹകങ്ങൾ യൂസ് ചെയ്താൽ ഫ്രിക്ഷൻ കുറയും. അപ്പൊ സ്നേഹകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ. സമ്പർക്കത്തിൽ കോണ്ടാക്റ്റിൽ വരുന്ന 2 പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ്. ഇനി നമുക്ക് ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓയിൽ ഇടാറില്ലേ? നമ്മൾ മെഷീൻസിന്റെ ഒക്കെ ഇടയിൽ ഓയിൽ ഇടാറുണ്ട്. അതുപോലെ ഗ്രീസ് ഉപയോഗിക്കാറുണ്ടല്ലോ, ഗ്രീസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഓയില്, ഗ്രീസ്. പിന്നെ ഗ്രാഫൈറ്റ് എന്താണ്? തൊട്ടടുത്ത പോയിന്റ് അതാണ്. ഗ്രാഫൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രാഫൈറ്റ് ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. അപ്പൊ ഓയില്, ഗ്രീസ്, ഗ്രാഫൈറ്റ്. നമുക്ക് വാട്ടറും ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാം. ചില കേസുകളിലൊക്കെ വാട്ടറും നമുക്ക് ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഖരാവസ്ഥയിലുള്ള ഈ സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. PYQ ആണ് കേട്ടോ. ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായിട്ട് ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളിലെ ടയറുമായി ബന്ധപ്പെട്ട്
ഇതുപോലത്തെ ബോൾ ബെയറിങ്ങുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ബോൾ ബെയറിങ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്താണ്, ആക്സിലുമായിട്ടുള്ള ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വിമാനം, തോണി ഇതൊക്കെ ഈ പ്രത്യേക ആകൃതിയിലാണ് പണിയുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു വാതകം, ഇവിടെ വാതകമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ദ്രവവുമായിട്ട്, ഇവിടുത്തെ വാതകം, ഇവിടെ ബോട്ടാണെങ്കിൽ അവിടുത്തെ വാട്ടർ, അപ്പൊ അതുമായിട്ടുള്ള ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബോഡി സ്ട്രീം ലൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. വിമാനങ്ങളുടെയും തോണിയുടെയും ഒക്കെ ബോഡി സ്ട്രീം ലൈൻ ചെയ്ത് പണിയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിയോ, ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെയാണ് സ്ട്രീം ലൈനിങ് അല്ലെങ്കിൽ ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നത്. നമ്മളുടെ ഫിഷ് മീനിന്റെ ഒക്കെ ബോഡി എങ്ങനെയാണ്? ഇതുപോലെ തന്നെയല്ലേ, ബോട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് അവയ്ക്ക് വെള്ളത്തിലൂടെ ചലിക്കുമ്പോഴേ അവയുടെ ബോഡിയുടെ ഒരു എന്ത് കുറയ്ക്കാനാണ്? ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക. ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് എന്താണ്? ബോഡി പോളിഷ് ചെയ്യുക. പോളിഷിങ് ഒരു പോയിന്റ് ആണ്. പിന്നെ നമ്മളിപ്പോ ബോൾ ബെയറിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ. ബോൾ ബെയറിംഗ് ഉപയോഗിക്കാം. വേറെന്താണ് പറഞ്ഞത്? ഈ ചലിക്കുന്ന ഭാഗങ്ങൾക്കിടയിൽ ആ ഒരു ഭാഗം ചലിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. ഒരു യന്ത്രഭാഗങ്ങൾ തമ്മിൽ ഒരസാതെ അത് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. സ്പേസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ തേയ്മാനം കുറയും, ഘർഷണം കുറയും അല്ലെ. ഇനിയും നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സാധനങ്ങളാണെങ്കിൽ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ ആ കാന്തിക ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വസ്തുക്കളെ തമ്മിൽ അകറ്റി നിർത്തിയാൽ ഘർഷണം കുറയും. ഓക്കെ, അപ്പൊ അത് മറ്റൊരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക, അതുപോലെ ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യുക, യന്ത്രഭാഗങ്ങൾക്കിടയിൽ പ്രോപ്പറായ സ്പേസ് കൊടുക്കുക, ബോഡി പോളിഷ് ചെയ്യുക, ഇതൊക്കെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങളാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആണ്. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടന്റുകൾ ഈ ഒരു ചാപ്റ്ററിൽ ഇല്ല. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് മുൻപ് എടുത്തിട്ടുള്ള 2 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ക്ലാസ്സുകൾ കാണുക. ഇനിയും നമുക്ക് 9th സ്റ്റാൻഡേർഡിലാണ് ചലനവുമായി ബന്ധപ്പെട്ടിട്ട് പോർഷൻസ് വരുന്നത്. ചലന സമവാക്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് രൂപത്തിൽ പറയണം. എന്നാലാണ് നമുക്ക് അറിയുള്ളൂ ക്ലാസ്സുകൾ എങ്ങനെയാണ്, യൂസ്ഫുൾ ആവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. നമ്മുടെ റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ക്ലാസിന്റെ അപ്ഡേഷൻസും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ടെലഗ്രാമിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെലഗ്രാമിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എക്സാം വോയേജ് എന്ന് ടെലഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് ആ ഒരു ടെലഗ്രാം ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.